ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ മലയാളത്തിലെ തോൽക്കാൻ മനസ്സില്ല എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. തടസ്സങ്ങളിൽ തട്ടി വീഴുന്നവരല്ല നമ്മൾ, അതിനെ മറികടക്കുന്നവരാണ്. എന്താണ് മക്കളെ? എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ അതിൽ തട്ടി വീഴുന്നവരല്ല നമ്മൾ, അവിടെ തന്നെ കിടക്കുന്നവരല്ല നമ്മൾ, അതിനെ മറികടക്കുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിലും തന്നെ എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ ആപത്തുകളോ എന്തെങ്കിലും സങ്കടങ്ങളോ ഒക്കെ വന്നാൽ അതിൽ തന്നെ ആലോചിച്ച് അല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നവരല്ല നമ്മൾ മലയാളികൾ, നമ്മൾ മനുഷ്യർ, ഞാനും മക്കളും അടങ്ങുന്ന ജനത അങ്ങനെയല്ല. പകരം അതിനെ അതിജീവിക്കാന് മറികടക്കാനൊക്കെ പഠിച്ചവരാണ് നമ്മൾ എന്നാണ് പറയുന്നത്. ആ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന പാഠഭാഗമാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ. പാഠഭാഗത്തിന്റെ പേരിൽ തന്നെയുണ്ട് ആ ഒരു അർത്ഥം. നക്ഷത്രങ്ങൾ എവിടെയാ ഉണ്ടാവുക? ആകാശത്താണ്. അപ്പോ ആകാശത്തിലേക്ക് മിഴി തുറന്ന ഒരാളാണ് ഒരു തരത്തിൽ നക്ഷത്രത്തിലേക്ക് മിഴി തുറന്ന ഒരാൾ എന്ന് പറയുന്നതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് സ്വപ്നം കാണാൻ പഠിച്ചയാൾ, അല്ലെങ്കിൽ മുകളിലേക്ക് സഞ്ചരിക്കുന്നയാൾ, ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നയാൾ എന്നൊക്കെ ഒരു അർത്ഥം ഇതിന് വരുന്നുണ്ട്. ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ച് കളിക്കുന്ന സ്റ്റേജ്. കാറ്റിന്റെ അലകളിലേറി മധുര സംഗീതം ഹാളിനകത്ത് ഒഴുകി വഴിയുന്നു. നർത്തകരാരാണ് കാണികൾ ആരാണ് എന്ന് വേർതിരിക്കാനാവില്ല. കാറ്റ് തുളയുന്ന പൂമരങ്ങളെ പോലെ സകലരും ചുവടുവച്ചാടുകയാണ്. പല വർണ്ണങ്ങളിൽ പുഞ്ചിരി പൊഴിക്കുന്ന വൈദ്യുത വിളക്കുകൾ പോലും അതിൽ പങ്കുചേരുന്നു എന്ന് തോന്നും. പെട്ടെന്നാണത് സംഭവിച്ചത്. ബ്രേക്ക് ഇട്ടതുപോലെ സ്റ്റീഫൻ വീണ്ടും കുഴഞ്ഞു വീണിരിക്കുന്നു. കൂട്ടുകാരെല്ലാം ചേർന്ന് സ്റ്റീഫനെ സാവകാശം എഴുന്നേറ്റിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഏറെ നേരത്തെ ശ്രമം വേണ്ടി വന്നു അതിന്. ഇതിപ്പോൾ തുടരെ തുടരെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വഞ്ചി തുഴയുന്നതിനിടയിലും സ്റ്റീഫൻ കുഴഞ്ഞു വീണിരുന്നു. ഇപ്പോൾ അവന് സംസാരശേഷിയും നഷ്ടമാവുന്നുണ്ട്. 21 വയസ്സ് മാത്രം പ്രായമായ ഒരു ചെറുപ്പക്കാരൻ. അവനിങ്ങനെ ഇടയ്ക്കിടെ കുഴഞ്ഞു വീഴാൻ കാരണം എന്താവും? നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി. സ്റ്റീഫൻ ഇനി ഏറെയൊന്നും ജീവിക്കാനാവില്ല. ഏറിയാൽ 2 വർഷം മാത്രം. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വെളിച്ചം കെട്ടുപോയിരുന്നു. പതുക്കെ പതുക്കെ ശരീരത്തിന്റെ ചലനം അറ്റുപോകും. സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞു തീരെ ഇല്ലാതാവും. മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളാകെ ക്ഷീണിച്ചു പോകുന്നതാണ് അസുഖം. അപൂർവമായ രോഗം. പൂമ്പാറ്റ ചിറകുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനിതാ മരണത്തിന്റെ ഇരുട്ടിലേക്ക് പറന്നടുക്കുകയാണ്. 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് പിറന്ന കുഞ്ഞ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സ്നേഹധനനായ പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ്, വാത്സല്യനിധിയായ മാതാവ് ഇസബൽ ഹോക്കിംഗ്. വലിയ സമ്പന്നരല്ലെങ്കിലും മകനെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ മോഹിച്ച അച്ഛനമ്മമാർ. ഗണിതത്തിലും സയൻസിലും കുട്ടിക്കുള്ള താല്പര്യത്തെ പിന്തുണയ്ക്കുന്നതിൽ അവർ കാണിച്ച ഉത്സാഹം. സ്കൂളിലെ കൂട്ടുകാരും കളികളും കോളേജിലെ പഠനവും വിനോദവും എല്ലാം കൈവിടുകയാണ്. ആരും തളർന്നു പോകുന്ന നിമിഷം. എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല. 8ാം ക്ലാസ്സിൽ പാഠങ്ങൾ പോലും നന്നായി വായിക്കാൻ കഴിയാതിരുന്ന അവൻ സ്വന്തം പരിശ്രമം കൊണ്ട് കോളേജ് പഠനം വരെ മുന്നേറി വന്നതാണ്. മരണത്തിലേക്ക് തന്നെ വലിച്ചുകൊണ്ടുപോകുന്ന മാരക രോഗത്തോട് മല്ലടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. തോറ്റുകൊടുക്കാതെ തുടർന്നും 50 പതിറ്റാണ്ട് ജീവിച്ചു. വെറുതെ അങ്ങ് ജീവിക്കുകയല്ല, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറി തന്നെ ജീവിച്ചു. ഇന്നേ വരെ ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞന്മാരുടെ മുൻനിരയിൽ തന്നെ. പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതി. യന്ത്രങ്ങളുടെ സഹായത്തോടെ ആയിരക്കണക്കിന് ആളുകളുമായി സംസാരിച്ചു. അധികമൊന്നും ശരീരം ഇളക്കാനാവാതെ വീൽചെയറിൽ ഇരുന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞും എഴുതിയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയും ആ വിസ്മയ ജീവിതം 76 കൊല്ലം തുടർന്നു. ലോകത്തിന്റെ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങി ഏവർക്കും വെളിച്ചം പകർന്നുകൊണ്ട് തന്നെ. 2018 മാർച്ച് 14 മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തും മുൻപേ അദ്ദേഹം മരണത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഒന്നും ഒറ്റയ്ക്കായിരുന്നില്ല. എന്തിനും ഏതിനും അച്ഛനമ്മമാർ ഒപ്പം നിന്നു. കോളേജ് പഠനകാലത്തെ കൂട്ടുകാരിയായ ജെയിൻ വൈൽഡ് മാറാരോഗമുണ്ടെന്നറിഞ്ഞിട്ടും ജീവിത പങ്കാളിയായി കൂടെ നിന്നു. അവരുടെ കൂട്ടുജീവിതത്തിൽ പിറന്ന 3 മക്കൾ, അവരടക്കം അനേകരുടെ കനിവും കരുതലുമാണ് തന്നെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കാറുണ്ടായിരുന്നു. നാം എല്ലാം വ്യത്യസ്തരാണ്, പക്ഷേ നാം എല്ലാം മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്യം സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ മുളച്ചു വന്നതാവാം. മരണത്തിന്റെ മണം പരത്തുന്ന രോഗത്തെ പഠനത്തിൽ ആണ്ടുമുങ്ങിയാണ് അദ്ദേഹം മറികടന്നത്. പഠിക്കുക, ഇനിയും പഠിക്കുക, ഇനിയും ആഴത്തിൽ പഠിക്കുക, അതായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച വഴി. സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക. ജീവിതം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം അല്ലെ മക്കളെ? നമുക്കൊക്കെ മോട്ടിവേഷൻ തരുന്ന, നമുക്കൊക്കെ പഠിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊക്കെ ജീവിച്ച് കാണിക്കണമെന്ന് തോന്നിക്കുന്ന ഒരു പാഠഭാഗം അല്ലെ?
സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ശാസ്ത്രത്തെ കീഴടക്കിയ അല്ലെങ്കിൽ ശാസ്ത്രത്തെ മറികടന്ന, ശാസ്ത്രത്തിനപ്പുറത്തേക്ക് സഞ്ചരിച്ച ഒരു ശാസ്ത്രജ്ഞൻ എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ. തനിക്ക് മുന്നേ മരണം ഉണ്ടെന്നറിഞ്ഞിട്ടും തനിക്ക് ചുറ്റുമായി മരണം പതിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ജീവിച്ചു കാണിച്ച ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ജീവിച്ചു കാണിച്ച മനുഷ്യൻ, അങ്ങനെ വേണം പറയാൻ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പുസ്തകങ്ങളൊക്കെ കണ്ടെത്തി വായിക്കാൻ ശ്രമിക്കണേ. നമുക്കിനി ഇതിന് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതുകൂടെ ചെയ്തു നോക്കാം. ചോദ്യം 1. ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ച് കളിക്കുന്ന സ്റ്റേജ്. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഇതൊരു ആഘോഷത്തിന്റെ വേദിയെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ പരിപാടി അവതരിപ്പിക്കുന്നവരും കാണികളും എന്ന് വ്യത്യാസം വരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം എല്ലാവരും ഒരുമിച്ച് ആഘോഷ തിമിർപ്പിലാണ് എന്ന അർത്ഥവും വരാം. ചോദ്യം 2. നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക. നാം വെറുതെ മേൽപോട്ട് നോക്കണം എന്നാണോ ഇതിനർത്ഥം? ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സ്വയം രൂപപ്പെടുത്തൂ, സ്വന്തം രചനകളിൽ പ്രയോഗിക്കൂ. നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക എന്നാൽ നാം വെറുതെ മേൽപോട്ട് നോക്കുക എന്നല്ല അർത്ഥം വരുന്നത്. പകരം ആകാശത്തോളം വലിയ കാര്യങ്ങളെ സ്വപ്നം കാണാനും അത് നേടിയെടുക്കാനും നാം ശ്രമിക്കണം എന്നാണ്. ജീവിതത്തിലെ ഏതു വലിയ പ്രതിസന്ധികളിലും തളരാതെ മുൻപോട്ട് പോവാൻ നാം പഠിക്കണം. ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ കൂടെ നോക്കാം. സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഠിനാധ്വാനം ചെയ്യുക എന്നാണ് ഇതിനർത്ഥം വരുന്നത്. പിന്നെ അതുപോലെ അറിവിന്റെ ആഴക്കടൽ നീന്തുക. കൂടുതൽ അറിവ് നേടാൻ നിരന്തരം പരിശ്രമിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ തോൽക്കാൻ മനസ്സില്ല എന്നുള്ള ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്